പാലക്കാട്ടെ തിരിച്ചടിയുടെ ഞെട്ടലിലാണ് ബി.ജെ.പി ക്യാമ്പ്. എന്തൊക്കെയായിരുന്നു മലപ്പുറം കത്തി അമ്പും വില്ലും, അങ്ങനെ പവനായി ശവമായി. ഏതായാലും തോറ്റ ഷോക്കിൽ നിന്ന് ബി.ജെ.പി ഇതുവരെ ഉയർത്തെഴുന്നേറ്റിട്ടില്ല. ശക്തി കേന്ദ്രമായ നഗരസഭയിലടക്കം വലിയ വോട്ട് നഷ്ടമാണ് പാർട്ടിക്കുണ്ടായത്. ഏകദേശം 10,000-ഓളം വോട്ടാണ് നഗരസഭാ പരിധിയിൽ ബി.ജെ.പിക്ക് നഷ്ടമായത്. അപ്രതീക്ഷിത തിരിച്ചടിക്ക് പിന്നാലെ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനും സ്ഥാനാർത്ഥി സി കൃഷ്ണകുമാറിനുമെതിരെ പാർട്ടിയിൽ പടയൊരുക്കം തുടങ്ങിക്കഴിഞ്ഞു. സംസ്ഥാനത്ത് ബി.ജെ.പിക്ക് ഏറ്റവും വിജയസാധ്യതയുള്ള മണ്ഡലമായ പാലക്കാട് ശക്തനായ സ്ഥാനാർത്ഥിയെ നിർത്തിയാൽ ഇത്തവണ അട്ടിമറി ഉണ്ടാക്കാമെന്നായിരുന്നു ബി.ജെ.പിയുടെ കണക്കുകൂട്ടൽ. മത്സരിച്ചിടത്തെല്ലാം വോട്ടുയർത്തിയ ശോഭാ സുരേന്ദ്രൻ സ്ഥാനാർത്ഥിയാകട്ടെ എന്ന നിർദ്ദേശമാണ് തുടക്കം മുതൽ ഉയർന്നത്. സ്ഥാനാർത്ഥി നിർണയത്തിനായി പാർട്ടി നടത്തിയ ആഭ്യന്തര സർവേയിലും ശോഭയ്ക്കായിരുന്നു മുൻതൂക്കം. എന്നാൽ കെ സുരേന്ദ്രപക്ഷം ശോഭയെ മത്സരിപ്പിക്കുന്നതിനെ ശക്തമായി തന്നെ എതിർത്തു. സി കൃഷ്ണകുമാറിനെ സ്ഥാനാർത്ഥിയായി നിർദ്ദേശിച്ചു. പാർട്ടിക്കുള്ളിൽ വലിയ അതൃപ്തിക്കാണ് ഇത് കാരണമായത്. സി കൃഷ്ണകുമാറിന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിനു പിന്നാലെ തന്നെ ശോഭാ പക്ഷത്തെ നേതാക്കൾ പരസ്യമായി തങ്ങളുടെ അതൃപ്തി പ്രകടിപ്പിച്ചു. ശോഭ സുരേന്ദ്രൻ തിരഞ്ഞെടുപ്പ് പ്രചരണങ്ങളിൽ നിന്നും ആദ്യ ദിവസങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുകയും ചെയ്തിരുന്നു. ഒടുവിൽ നേതൃത്വം ഇടപെട്ടാണ് അവരെ അനുനയിപ്പിച്ചത്. ഇതിനിടയിലാണ് കെ കൃഷ്ണകുമാറിന്റെ സ്ഥാനാർത്ഥിത്വത്തിനെതിരെ സന്ദീപ് വാര്യർ അടുത്ത വെടിപൊട്ടിച്ചത്. പാലക്കാട് ബി.ജെ.പിയെ കൃഷ്ണകുമാറും ഭാര്യയും ചേർന്ന് ഹൈജാക്ക് ചെയ്യുകയാണെന്നാണ് സന്ദീപ് ആരോപിച്ചത്. സുരേന്ദ്രന്റെ നേതൃത്വത്തിനെതിരെ പരസ്യ വിമർശനവും ഉയർത്തി സന്ദീപ് പാർട്ടി വിട്ടു. യുവാക്കൾക്കിടയിൽ വലിയ സ്വാധീനമുള്ള നേതാവ് കൂടിയാണ് സന്ദീപ് വാര്യർ എന്നതുകൂടി ഓർക്കണം. കൃഷ്ണകുമാറിന്റെ സ്ഥാനാർത്ഥിത്വത്തെ ചൊല്ലി ഉയർന്ന ആഭ്യന്തര പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ കഴിയാതിരുന്നത് തന്നെയാണ് ബി.ജെ.പിയുടെ ഈ തിരിച്ചടിക്ക് കാരണമായതെന്ന കാര്യത്തിൽ തർക്കം വേണ്ട. തോൽവിയിൽ ഇതിനോടകം തന്നെ കെ സുരേന്ദ്രനെതിരെ ഒളിയമ്പുമായി നേതാക്കൾ എത്തിക്കഴിഞ്ഞു. പാലക്കാട്ടെ പരാജയത്തിൽ സംഘടന വീഴ്ചയുണ്ടായോ എന്ന ചോദ്യത്തിന് കെ സുരേന്ദ്രനോട് ചോദിക്കൂ എന്നായിരുന്നു സംസ്ഥാന ഉപാധ്യക്ഷൻ കൂടിയായ ബി ഗോപാലകൃഷ്ണന്റെ പ്രതികരണം. പാർട്ടി സംസ്ഥാന അധ്യക്ഷൻ നേതൃത്വം നൽകിയിട്ടും വോട്ട് ചോർച്ചയുണ്ടായത് ഗൗരവമായ ചിന്തയ്ക്ക് വിധേയമാക്കണമെന്നാണ് പാർട്ടി വക്താവ് സന്ദീപ് വചസ്പതി പ്രതികരിച്ചത്. വരും ദിവസങ്ങളിൽ തോൽവിയെ ചൊല്ലി കൂടുതൽ പൊട്ടിത്തെറികൾ ഉണ്ടായേക്കാമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. അതേസമയം ജനങ്ങൾ ബി.ജെ.പിയുടെ നടുവൊടിച്ചെന്നും ഇനി ഈ പാർട്ടി കേരളത്തിൽ തല പൊക്കില്ലെന്നുമാണ് കെ.പി.സി.സി അധ്യക്ഷൻ കെ സുധാകരൻ പ്രതികരിച്ചത്. ബി.ജെ.പിയുടെ വർഗീയ പ്രചരണത്തിനും പണക്കൊഴുപ്പിനും ഇതിലും വലിയ തിരിച്ചടി കിട്ടാനില്ലെന്നായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം. വർഗീയത വാരി വിതറിയും സമുദായങ്ങളെ തമ്മിലടിപ്പിച്ചുമാണ് ബി.ജെ.പി തിരഞ്ഞെടുപ്പ് പ്രചരണം നടത്തിയത്. ബി.ജെ.പിയുടെ സമുന്നതരായ നേതാക്കൾ വരെ പ്രചരണത്തിനു വന്നിട്ടും പ്രയോജനമുണ്ടായില്ല. വർഗീയതയിലൂന്നിയുള്ള പ്രചരണം കൊണ്ട് മഹാരാഷ്ട്രയിൽ ബി.ജെ.പി നേട്ടമുണ്ടാക്കിയിട്ടുണ്ടെങ്കിലും കേരളത്തിന്റേത് മതേതര മണ്ണാണെന്ന് ബി.ജെ.പി തിരിച്ചറിയണം. ജാർഖണ്ഡിൽ ഇന്ത്യ സഖ്യത്തിന് മികച്ച വിജയം നേടാൻ സാധിച്ചെന്നും കെ സുധാകരൻ തുറന്നടിച്ചു. പാലക്കാട് ഉപതിരഞ്ഞെടുപ്പിൽ വലിയ വിജയമാണ് യു.ഡി.എഫ് സ്വന്തമാക്കിയത്. രാഹുൽ മാങ്കൂട്ടത്തിലിന് 18,000 വോട്ടുകളുടെ ഭൂരിപക്ഷമാണ് ലഭിച്ചത്. ബി.ജെ.പി വോട്ടുകളിലടക്കം വിള്ളൽ വീഴ്ത്താൻ രാഹുലിന് സാധിച്ചു. ബി.ജെ.പിയുടെ കോട്ടയായ നഗരസഭയിലടക്കം വൻ മുന്നേറ്റമാണ് രാഹുൽ കാഴ്ചവെച്ചത്.